ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്കൊരു മിനി ഫ്രെയിമാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 1.5-2 വർഷം മുമ്പൊക്കെ BTS എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു റീൽസ് കാണുന്നു, വീഡിയോസ് കാണുന്നു, സോങ് കേൾക്കുക, അവരുടെ ഹിസ്റ്ററി വരെ തപ്പിപ്പോവുക, അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഫാനൊക്കെ തന്നെ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒന്നും സമയമില്ല. അപ്പോൾ BTSൽ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ആരാന്ന് വെച്ചാൽ അത് V തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി ഫ്രെയിം ഉണ്ടാക്കാം. നമ്മളെ V തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ചാർട്ട് പേപ്പറിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തും സെയിം അളവായിരിക്കണം. എന്നിട്ട് അതിൻ്റെ 4 സൈഡിലും ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വീതത്തിലുള്ള 4 ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെ അതിൻ്റെ ഷേപ്പിലുള്ള 4 സൈഡിലുള്ളതും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വീണ്ടും ആ ഒരു പോർഷനിൽ ഇങ്ങനെ 1 സെൻറ്റിമീറ്ററിൽ അളവെടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. 4 സൈഡിലും അതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ കട്ട് ചെയ്ത് മാറ്റാനുള്ള പോർഷനാണ്. എന്നിട്ട് ഇത് അടയാളപ്പെടുത്തിയിൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഒന്ന് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ച ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേഗത്തിൽ ഇതിങ്ങനെ മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഫ്രെയിമിൻ്റെ 4 വശങ്ങളും മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് മടക്കുക, കാരണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ലൈനിലൂടെ തന്നെ മടക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അവസാനം വരുന്ന ആ ഒരു പോർഷനിൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. മൊത്തത്തിൽ തേച്ച് കൊടുക്കരുത്, അതിൻ്റെ അറ്റത്ത് മാത്രം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ അടിയിൽ കൂടെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്പേസ് കമ്മിയായിരിക്കും. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വക്കത്ത് മാത്രം തേച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി 2 സൈഡും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 സൈഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം 4ാമത്തെ വശത്തു കൂടി നമുക്ക് വെക്കാനുള്ള ആ ഫോട്ടം അടിയിലൂടെ എടുക്കുക. അതാണ് പറഞ്ഞത്, വക്കത്ത് മാത്രം ഗമ്മ് തേച്ച് കൊടുക്കണം, എന്നാലേ അതിനുള്ളിൽ കൂടെ കയറുള്ളൂ. അങ്ങനെ അടിഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.